മുൻ മുഖ്യമന്ത്രി വി.എസിന് വിട നൽകാനൊരുങ്ങി കേരളം. അല്പസമയത്തിനകം ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും. ശേഷം ഉച്ചയ്ക്ക് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ദർബാർ ഹാളിൽ എത്തിയിട്ടുണ്ട്. സംസ്കാരം നാളെ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ നടക്കും. വിട നൽകാൻ ദർബാർ ഹാളിന്റെ മുന്നിൽ നിന്ന് ശാലിനി, പ്രജിത് മോഹനൻ, വിലാപയാത്രയ്ക്കൊപ്പം വിനീഷ, ടിൻഡു ദാസ്, അഖിൽ പാലോട്ടുമടം, സെക്രട്ടേറിയറ്റ് മുൻവശത്തു നിന്ന് എം മനോജ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം വിനീഷിലേക്കാണ്. വിനീഷ്, വി.എസിന് വിട നൽകാൻ തലസ്ഥാന നഗരിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഉച്ചവരെ സെക്രട്ടറിയിലെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ തന്നെ വി.എസിന്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ PMG ജംഗ്ഷൻ കഴിഞ്ഞ് സെൻട്രൽ സ്റ്റേഡിയത്തിന് പാളയത്തിന് സമീപത്തായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അങ്ങനെ കടന്നു വരികയാണ്. ആയിരങ്ങളാണ്, നിരവധി പേർ വി.എസിന്റെ വിലാപയാത്ര വരുന്നതിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിൽ വി.എസ് യാത്രയാകുമ്പോൾ അതൊരു CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു CPM-ൽ ഉള്ളിൽ ഒരു യുഗത്തിൻ്റെ തന്നെ അവസാനം എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് അന്ത്യം സംഭവിച്ച സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലും ഒപ്പം തന്നെ അദ്ദേഹം AKG പഠന ഗവേഷണ കേന്ദ്രത്തിനും സമീപത്തും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുമ്പോൾ വലിയ ജനാവലി തന്നെയായിരുന്നു അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. വലിയ ജനാവലി അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പാളയത്തിനോടടുത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. എങ്കില് വി.എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ പാളയം പള്ളിക്ക് സമീപം എത്തിയിരിക്കുകയാണ്. വിലാപയാത്രയിൽ നിരവധി പാർട്ടി പ്രവർത്തകരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ വി.എസിന്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് എത്തിക്കും. അവിടെയാണ് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിരവധി പേർ എത്തും. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കും, ആദരം അർപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ് തുടരുക. ഇപ്പോൾ ടിൻഡു ദാസ് കൂടി ചേരുന്നുണ്ട്. ടിൻഡു, ഇപ്പോൾ വിനീഷ് പറഞ്ഞതുപോലെ പാളയത്തേക്ക് എത്തിയിരിക്കുന്നു വിലാപയാത്ര. സെന്റ് ജോസഫ് പള്ളി കഴിയുകയാണ് വിലാപയാത്ര. ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ബഹുമതികളും കൂടിയാണ് അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകുന്നത്. 9 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിൽ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് നേരത്തെ ചെയ്ത ഷെഡ്യൂള്. അപ്പോൾ 5 മിനിറ്റ് മാത്രമാണ് വൈകിയിട്ടുള്ളത്. 5 മിനിറ്റ് മാത്രമാണ് ഇത്തരത്തിൽ വൈകിയിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് 2 മണിവരെ ഔദ്യോഗിക പൊതുദർശനം ദർബാർ ഹാളിലായിരിക്കും. അവിടെ നിന്ന് പാളയം മുതൽ കടമ്പാട്ടുകോണം വരെ 27 ഇടങ്ങളിലായിട്ട് വി.എസിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായി അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ ഇടങ്ങളിലുള്ള പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഈ 27 ഇടങ്ങളിലായിട്ട് വി.എസിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടും വി.എസിന് അന്ത്യമുദ്രാവാക്യം നൽകാനായിട്ടും ഒന്നിച്ചു ചേരും. അവിടെ നിന്ന് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലം ജില്ലയിൽ അധിക സ്ഥലങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല. കാരണം രാത്രിയോടുകൂടി ആലപ്പുഴയിൽ എത്തേണ്ടതായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിൽ വെക്കും. അവിടെ നിന്ന് പിറ്റേ ദിവസം വലിയ ചുടുകാട്, ബുധനാഴ്ച വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം. പ്രമുഖരായിട്ടുള്ള തെക്കൻ ജില്ലകളിലെ CPM-ന്റെയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റിന്റെയും പ്രമുഖ നേതാക്കന്മാര് ഒക്കെ അവസാനമായിട്ട് അന്തിയുറങ്ങുന്ന മണ്ണാണ് വലിയ ചുടുകാട്. അപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹം നാളെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കും. എന്തായാലും ഷെഡ്യൂൾ ചെയ്ത സമയത്തിനനുസരിച്ച് തന്നെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 8:15 മുഖ്യമന്ത്രി പിണറായി വിജയൻ വി.എസിന്റെ വീട്ടിലെത്തിയിരുന്നു. മറ്റു മന്ത്രിമാര്, മറ്റു പ്രമുഖ പാർട്ടി നേതാക്കന്മാര്, പാർട്ടിയിലെ ഉന്നതസ്ഥാനത്ത്, അതോടൊപ്പം തന്നെ വി.എസിനോടൊപ്പം പ്രവർത്തിച്ചവര്, വി.എസിനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഇത്തരത്തിൽ വി.എസിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായി അതവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും
ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാളയം സെന്റ് ജോസഫ് പള്ളി കഴിയുകയാണ് VS വഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ VS കൊണ്ടുള്ള വിലാപയാത്ര. നിരവധി ആളുകൾ VS-ന്റെ വിലാപയാത്ര അല്ലെങ്കിൽ VS-നെ അവസാനമായി കാണാനായിട്ട് ഒത്തുകൂടിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഒരുപക്ഷെ സിറ്റിയിൽ ഒരുക്കിയിട്ടുള്ളത്. ദർബാർ ഹാളിൽ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ സ്ട്രിക്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം സമയബന്ധിതമായിട്ട് തന്നെ ഇത്തരത്തിൽ പൊതുദർശനവും അതോടൊപ്പം തന്നെ മറ്റു ചടങ്ങുകളൊക്കെ സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കേണ്ടത്. എന്തായാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അധികാരനായിട്ടുള്ള നേതാവാണ് ഒരുപക്ഷെ കണ്ണേ കരളെ VS എന്ന ഒരു കൂട്ടം ജനങ്ങളെ വിളിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു നേതാവ്. എന്തായാലും അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ തിരുവനന്തപുരത്തിന്റെ അവസാന ദിവസമാണെന്ന് നമുക്ക് ഒരുപക്ഷെ സൂചിപ്പിക്കാം. കാരണം ആലപ്പുഴയിലാണ് രാഷ്ട്രീയ ചരിത്രം തുടങ്ങുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തുടങ്ങുന്നതെങ്കിലും ഭരണതലത്തിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വളർച്ചയിലും വീഴ്ചയിലും ഒക്കെ ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ചത് തിരുവനന്തപുരം ജില്ലയാണ്. ഒരുപക്ഷെ ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ജില്ലാ നേതൃത്വത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് സഖാവ് VS-ന്റെ നിയന്ത്രണത്തിലായിരുന്നു ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയുടെ പാർട്ടി പ്രവർത്തനങ്ങളെയും സത്യനേശിനെ പാർട്ടിയുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ CNQ ലോബിയെ എതിർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അക്കാലത്ത് ഒരുപക്ഷെ VS ആലപ്പുഴ നേതൃത്വത്തിൽ നിന്നും കേരളത്തിന്റെ ഭരണതലത്തിലേക്ക് വരുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് പാർട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത് CITU ആയിരുന്നു. ആ CITU-ന്റെ ലോബിയിൽ നിന്നും തിരിച്ച പാർട്ടിയെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കടകംപള്ളി അതോടൊപ്പം തന്നെ V ശിവൻകുട്ടി സത്യനേശൻ തുടങ്ങിയ അനാവൂർ നാഗപ്പൻ തുടങ്ങിയ നേതാക്കന്മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് CITU-നെതിരായിട്ടൊരു കളമൊരുക്കുകയും അവിടെ പാർട്ടിയെ കുറച്ചുകൂടി ശക്തമായിട്ട് പാർട്ടി നേതൃത്വങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും സത്യനേശിനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആക്കുകയും തുടർന്ന് അതിന്റെ നിയന്ത്രണം VS ഏറ്റെടുക്കുക. ഈ VS-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കുതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നീക്കങ്ങൾ എടുക്കുകയും ചെയ്യുന്ന നേതാവ് കൂടിയായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അച്യുതാനന്ദന്റെ അവസാനത്തെ ദിവസമാണ് തിരുവനന്തപുരത്ത് ഇന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗികപരമായിട്ടുള്ള അല്ലെങ്കിൽ 2016 അദ്ദേഹത്തിന് ഔദ്യോഗികപരമായിട്ടുള്ള എല്ലാ ചുമതലകളും ഒഴിയുന്നത്. സർക്കാരിന്റെ ഭരണപരിഷ്കരണ കമ്മീഷനിൽ നിന്ന് ഒഴിഞ്ഞതിനു ശേഷം പിന്നീടുള്ള 10 വർഷക്കാലം അത് പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നീടുള്ള 5 വർഷക്കാലം തീരെ രോഗബാധിതനാകുന്നു, അവശനാകുന്നു. പിന്നീട് ആർക്കും കാണാനുള്ള സൗകര്യങ്ങൾ ഒരിക്കലും നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു വലിയ ക്രൈസിസ്, കോവിഡ് പോലുള്ള ക്രൈസിസ് കടന്നു പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ VS-നെ നേരിട്ട് കാണാനോ ഒന്നും അവസരമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ അവസാന ദിവസം ഏതാണ്ട് 27 ദിവസത്തോളം SVT ആശുപത്രിയിൽ അദ്ദേഹം രോഗബാധിതരായി കിടന്നു. പൂർണ്ണമായിട്ടും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് വേണമെന്ന് പറയാനായിട്ടുള്ളത്. തുടരെ ഡയാലിസിസ്, തുടരെയുള്ള ചികിത്സാ രീതികളൊക്കെ മാറ്റി പ്രയോഗിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ ആന്തരാവയവങ്ങളിലൊക്കെ കാര്യമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിരുന്നു. തുടർന്ന് തലച്ചോറും ഹൃദയമെടുപ്പുമാണ് ഒരുപക്ഷെ 27 ദിവസത്തോളം അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടർന്നത്. പിന്നീട് ഇന്നലെ വൈകുന്നേരം 3:20 ഇന്നലെ വൈകുന്നേരം 3:20 രക്തസമ്മർദ്ദം കുറയുകയും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ തുടങ്ങിയവർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനും അതുപോലെ ജില്ലാ സെക്രട്ടറി ജോയിയും ചേർന്നാണ് ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി എത്തി നേരിട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ പ്രതികരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടില് AKG സെൽ, പഴയ AKG സെൽ നിലവിലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും രാത്രി ഏതാണ്ട് 11:30 മണിയോട് കൂടി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മകന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഏതാണ്ട് അവസാനത്തെ ആളുകൾ എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ മൃതദേഹം തുടരുന്നുണ്ടായിരുന്നു. ഏതാണ്ട് വെളുപ്പിൽ 4 മണി വരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ VS-നെ കാണാനുമായിട്ടുള്ള ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള ജനത്തിരക്കില്ലായിരുന്നെങ്കിൽ പോലും ഇന്ന് രാവിലെ ഇത്തരത്തിൽ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കാണാനായിട്ട് അവസാനമായിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് എത്തി. എന്തായാലും ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ജനാധിപത്യം ഉണ്ടാകണമെന്ന് തീരുമാനിക്കും. സ്വന്തം പാർട്ടിക്കകത്ത് തന്റെ അഭിപ്രായ ഭിന്നതകൾ അറിയിക്കുകയും സ്വന്തം പാർട്ടിക്കകത്ത് വെട്ടിനിർത്തുകയും ചെയ്ത ഒരു നേതാവ്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷത്തെ എതിർക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സ്വന്തം പാർട്ടിയെ തന്നെ എതിർക്കുകയും സ്വന്തം പാർട്ടിയെ തന്നെ അഭിപ്രായ ഭിന്നതകൾ അറിയിക്കുകയും ചെയ്ത നേതാവ് കൂടിയായിരുന്നു
കൂടിയായിരുന്നു VS അച്യുതാനന്ദനും. അതുപോലെ 82ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു സഖാവ് VS എന്ന് പറയുന്നത്. 2016 അതായത് 2005 അദ്ദേഹം കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് AKG സെന്ററിലേക്ക് നടത്തിയ ഒരു യാത്ര. ആ യാത്രയിൽ പദയാത്ര എന്ന് പറയുന്നത് ജില്ലയിലെ എല്ലാ നേതാക്കന്മാരെയും വിളിക്കാതെ തന്നെ കൂട്ടുന്ന ഒരു പദയാത്ര പാർട്ടിക്ക് ഏറ്റവും വലിയ ഘടകം കൂടിയായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും പാർട്ടിയെ തന്ത്രപരമായി എതിർക്കുകയും പാർട്ടിയിൽ വിഭാഗീയത സൃഷ്ടിക്കുകയും എല്ലാ കാലത്തും പാർട്ടി അഭിപ്രായ ഭിന്നതകൾ കൊണ്ടുവരികയും ചെയ്ത നേതാവ് കൂടിയായിരുന്നു സഖാവ് VS എന്ന് പറയുന്നത്. 10 തവണ അദ്ദേഹം ഈ നിയമസഭാ മത്സരങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. 7 തവണ വിജയിക്കുകയും 3 തവണ പരാജയപ്പെടുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 10 തവണ അദ്ദേഹം മത്സരിക്കുകയും 7 തവണ അദ്ദേഹം വിജയിക്കുകയും 3 തവണ നിയമസഭാ മത്സരങ്ങളിൽ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. മലമ്പുഴയിലും മാരാരിക്കുളത്തുമാണ് അദ്ദേഹത്തിന് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1991 മാരാരിക്കുളത്തെ തോൽവി എന്ന് പറയുന്നത് VSനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവിയിലുണ്ടായ വലിയൊരു ഇടിവായിരുന്നു. കാരണം അതിനുശേഷം ഈ 1991 VS മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിലൊക്കെ വളരെ കാര്യമായി പ്രവർത്തിക്കുകയും സ്വന്തം മണ്ഡലം മാരാരിക്കുളത്ത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു. വിജയ് ജെയിംസ എന്ന് പറയുന്ന കോൺഗ്രസിലെ ഒട്ടും പ്രബലനായ നേതാവാണ് അദ്ദേഹത്തെ മാരാരിക്കുളത്ത് തോൽപ്പിക്കുന്നത്. അന്ന് മന്ത്രിസഭയിലേക്ക് നയനാർ മുഖ്യമന്ത്രിയായി വരികയും VSന് വലിയ അടിയേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നത് മലമ്പുഴയിലാണ്. മലമ്പുഴയിലും അദ്ദേഹം തോൽവി വാങ്ങുന്നുണ്ട്. 2016 CK കൃഷ്ണകുമാറിനെതിരെ മത്സരിച്ച് 27,460 വോട്ടുകൾക്ക് വിജയിച്ചുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് തിരിച്ചു വരുമ്പോൾ VSനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വലിയ രീതിയിലുള്ള പദ്ധതികളുണ്ട്. കാരണം അറിയാം, 16 വർഷക്കാലം പിണറായി വിജയനാണ് ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന 2000 കാലം വരെ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒക്കെയുള്ള സമുന്നതനായിട്ടുള്ള നേതാവ് VSനെ അനുസരിക്കുകയും VSനെ അനുനയിക്കുകയും VSനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിട്ട് പിന്നീട് 2005 മലപ്പുറം സമ്മേളനത്തിൽ VSനെ അരിഞ്ഞു വീഴ്ത്തുകയാണ് ചെയ്തത്. അത് VSനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അതൊരു വലിയ രീതിയിലുള്ള വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പല വിവാദങ്ങളും ഒരുപക്ഷെ VS തന്നെയാണ് ഉണ്ടാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ടതായ എല്ലാ കാലത്തും CPMന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി VSന് വിട നൽകാൻ കേരളം ഒരുങ്ങുകയാണ്, തലസ്ഥാനം ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും. ഈ വാർത്തകളിലേക്കും ദൃശ്യങ്ങളിലേക്കുമൊക്കെ വരാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.
മുൻ മുഖ്യമന്ത്രി VSന് വിട നൽകാൻ കേരളം ഒരുങ്ങുകയാണ്. തലസ്ഥാനത്ത് അല്പസമയത്തിനകം ദർബാർ ഹാൾ സെക്രട്ടറിയിലെ ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ഭൗതികദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. വിരൽ നൽകാൻ ഉള്ള പ്രതിനിധികൾ പല സ്ഥലങ്ങളിലായി ഉണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളായി ദർബാർ ഹാളിന് മുന്നിൽ നിന്ന് ശാലിനിയും പ്രജിത്ത് മോഹനും ചേർന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, അല്പസമയത്തിനുള്ളിൽ തന്നെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് VSൻ്റെ ഭൗതികദേഹം എത്തിക്കും. അവിടെ മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മന്ത്രിമാർ, ഒപ്പം മുൻ മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കളടക്കം അവിടെ എത്തിയിട്ടുണ്ടല്ലേ? നിഖില സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അങ്ങനെ അവസാന യാത്രയ്ക്കായി അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ, നടപടികളൊക്കെ പൂർത്തിയാക്കിയ ആ സെക്രട്ടേറിയറ്റിലേക്ക് അവസാനമായി വരികയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം ആംബുലൻസിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനുള്ളിലെ ദർബാർ ഹാളിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം പരമാവധി ക്രമീകരിച്ചുകൊണ്ട് 9 മണിക്ക് ഇവിടെ എത്തിക്കുമെന്നുള്ളതായിരുന്നു ആദ്യ നടപടിക്രമങ്ങളെങ്കിൽ, പക്ഷേ അത് സമയം വൈകാരികമായി നീണ്ടുപോവുകയാണ്. എന്തായാലും 9:18 സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നവരുടെ മുൻപിലേക്ക്, അദ്ദേഹത്തിനെ കാണാനായി വർഷങ്ങളായി കാത്തിരുന്ന മാധ്യമപ്രവർത്തകരുടെ മുൻപിലേക്കൊക്കെ VS അങ്ങനെ നിശ്ചലമായി, VS അങ്ങനെ ഉറങ്ങി എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആംബുലൻസ് വ്യൂഹം, വാഹന വ്യൂഹം അങ്ങനെ എത്തിയിരിക്കുകയാണ് ദർബാർ ഹാളിന് മുൻപിലേക്ക്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ ഒരു ദർബാർ ഹാളിനുള്ളിലേക്ക് പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി വരെ ദർബാർ ഹാളിൽ പൊതുദർശനം ചടങ്ങുകൾ ഒരുക്കിയിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രിയെ അത്രയധികം യാത്ര നൽകാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, മുൻ മുഖ്യമന്ത്രി ആഗ്രഹിച്ച രീതിയിലൊരു യാത്രയയപ്പ് നൽകാൻ തലസ്ഥാനം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ 3:20 ഈ ഒരു വിയോഗ വാർത്ത എത്തിയ കാണാനായി, വർഷങ്ങൾക്ക് ശേഷം ആ ഒരു മുഖമൊന്ന് കാണാനായി ഒക്കെ തടിച്ചുകൂടിയ ജനത്തെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ തലസ്ഥാന നഗരത്തെ നിശ്ചലമാക്കിക്കൊണ്ടുള്ളൊരു ജനപ്രവാഹം ഇന്നലെ AKG സെൻറ്ററിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ച SUT ആശുപത്രിയിലും കണ്ടതാണ്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. ഇന്ന് രാവിലെയും ആ ഒരു ഒഴുക്ക് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ദർബാർ ഹാളിലും അത്തരത്തിൽ ഒരു ഒഴുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ. ആ ഒരു പ്രതീക്ഷ കണ്ടുകൊണ്ട് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലുണ്ട്. മന്ത്രിമാരായ P രാജീവ്, ഒപ്പം തന്നെ V ശിവൻകുട്ടി, VN വാസവൻ അടക്കം ഈ ഒരു ദർബാർ ഹാളിൽ നിലവിൽ തുടരുകയാണ്. സ്പീക്കർ AM ഷംസീർ, ഒപ്പം തന്നെ GR അനിൽ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവരും നേരത്തെ തന്നെ ഇവിടെ എത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി അദ്ദേഹത്തിനെ കാണാനായി ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഇവിടെ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പൊതു അവധിയാണ്. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള എല്ലാ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരമാവധി ജീവനക്കാർക്കും പരമാവധി പ്രവർത്തകർക്കും സാധാരണക്കാർക്കും VSനെ കാണാൻ ആഗ്രഹിച്ചവർക്കൊക്കെ ഇവിടെ അദ്ദേഹത്തിനെ കാണാനൊരു അവസരം അതാണിപ്പോൾ സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഈ ഭൗതികദേഹം അകത്തേക്ക് കയറ്റി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയാൽ ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒപ്പം തന്നെ VIPകൾക്ക് കാണാനുള്ള അവസരമാണ്. പ്രമുഖരെല്ലാം കണ്ടു മാറിയതിന് ശേഷം, അല്ലെങ്കിൽ മടങ്ങിയതിന് ശേഷം ഈ ഒരു തിരക്കും തിക്കുമൊക്കെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അവർ കണ്ടു മടങ്ങിയതിന് ശേഷം തൊട്ടു പിന്നാലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും 2 വരികളിലായി, 2 വാതിലുകളിലായി VSനെ കാണാനായി ദർബാർ ഹാളിലേക്ക് കയറ്റുകയും ചെയ്യും. പ്രധാനപ്പെട്ട കവാടത്തിന് സമീപത്ത് കൂടി ഒരുക്കിയിട്ടുള്ള 2 വാതിലുകൾ കൂടി ഒരേ സമയം തന്നെ കുറേ അധികം ആളുകളെ അകത്തേക്ക് കയറ്റി വേഗം തന്നെ ഈ ഒരു പൊതുദർശനം പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തെറ്റുകൾ കണ്ടാൽ അതിനെ തിരുത്തുന്ന ഒരു തിരുത്തൽ ശക്തിയായി CPMനുള്ളിൽ പ്രവർത്തിച്ച മുൻ മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ്, നിലപാടുകളുടെ നേതാവ്, നിലപാടുകളുടെ സഖാവ്, അതാണ് VS അച്യുതാനന്ദൻ. ആ നിലപാടുകൾ അസ്തമിക്കുകയാണ്. പല ഘട്ടങ്ങളിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മണിക്കൂറുകളിലും ഒക്കെ നമ്മൾ കേട്ടു, ഒരു വിപ്ലവ സൂര്യൻ അസ്തമിക്കുന്നു, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിൻ്റെ നേതാവ് അസ്തമിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പലരുടെയും ഭാഗത്തുനിന്ന് വരുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ് അങ്ങനെ വിടവാങ്ങിയിരിക്കുന്നു എന്നൊക്കെ. അതായത് ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷൻ നിന്ന് പറയുന്നതിനപ്പുറം വലിയ രീതിയിൽ ഒരു ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായി പല ഘട്ടങ്ങളിലും പ്രവർത്തിച്ചൊരു നേതാവ്, അതാണ് VS അച്യുതാനന്ദൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാർട്ടിക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോഴൊക്കെ അതിൽ
ശക്തിയായി മാറിയ ഒരു നേതാവ്. അതാണ് വി.എസ്. അച്യുതാനന്ദൻ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പല ഘട്ടങ്ങളിലും തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പിന്നീട് വിമർശിച്ച ഒരു നേതാവ് കൂടിയാണ് വി.എസ്. അച്യുതാനന്ദൻ. പല ഘട്ടങ്ങളിലും പാർട്ടിക്കുള്ളിൽ പല രീതിയിലുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വന്ന, ഒരുപക്ഷെ കൂടുതൽ സമയവും പാർട്ടിയിൽ നിന്ന് വിമർശനങ്ങൾ കേട്ട ഒരു നേതാവ് കൂടിയാണ് വി.എസ്. അച്യുതാനന്ദൻ. സത്യത്തിന് വേണ്ടിയും ഒക്കെ പോരാടി, പരിസ്ഥിതിക്ക് വേണ്ടി പോരാടി, നന്മയ്ക്ക് വേണ്ടി പോരാടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പോരാടി, പ്രകൃതിക്ക് വേണ്ടി പോരാടി. അങ്ങനെ പോരാട്ടങ്ങളുടെ ഒരു നൂറ്റാണ്ട് കൂടിയാണ് അങ്ങനെ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ അവസാനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. 101 വയസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ 101-ാം വയസ്സിലും അദ്ദേഹം തീവ്രമായി അല്ലെങ്കിൽ ജ്വലിക്കുന്ന സഖാവായി വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ മാസം ജൂൺ 23-ാം തീയതി അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് SUT ആശുപത്രിയിൽ പക്ഷാഘാതവും ഹൃദയാഘാതവും ഒക്കെ സംഭവിച്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴും പിന്നീട് വി.എസ്. തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ പല ഘട്ടങ്ങളിലും വി.എസിനെ സ്നേഹിക്കുന്നവർ, വി.എസിനെ പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് മുൻപിലേക്ക് എത്തിയത് പക്ഷേ വിയോഗ വാർത്തയാണ് എന്നുള്ളതാണ്. 29 ദിവസം നീണ്ട ആശുപത്രിവാസം, ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത. ഇന്നലെ വൈകിട്ട് 3:20 കൂടിയാണ് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്നും വി.എസിൻ്റെ അന്ത്യവാർത്ത അല്ലെങ്കിൽ അന്ത്യം സംഭവിച്ചു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. ഉൾക്കൊള്ളാൻ പലർക്കും ഈ സമയവും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം സന്തത സഹചാരിയായി പ്രവർത്തിച്ചിരുന്ന, അദ്ദേഹത്തിനൊപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രവർത്തിച്ചവരൊക്കെ പങ്കുവെച്ചത് വി.എസ്. മരിക്കുന്നില്ല, വി.എസ്. മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹം ഒരു തുറന്നു തന്നൊരു ദീപമായി, അദ്ദേഹം പകർന്ന വെളിച്ചമായി, ആ വെളിച്ചത്തിലൂടെ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടു, പാർട്ടി പല ഘട്ടങ്ങളിൽ പ്രതിരോധത്തിലായപ്പോഴൊക്കെ ഒരു ശക്തിയായി പാർട്ടിയെ പിടിച്ചു നിർത്തിയ ഒരു നേതാവ് വി.എസ്. അച്യുതാനന്ദനാണ്. പക്ഷേ അദ്ദേഹം ആശുപത്രി കിടക്കയിലും അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്കും ഒക്കെ മടങ്ങിയപ്പോൾ പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറികൾ, പാർട്ടിയിലുണ്ടായ വിമർശനങ്ങൾ, പാർട്ടിക്ക് നേരിട്ട പല പ്രശ്നങ്ങളും അവിടെയൊക്കെ വി.എസ്. ഉണ്ടായിരുന്നുവെങ്കിൽ തിരുത്തിയേനെ, അല്ലെങ്കിൽ വി.എസ്. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായേനെ എന്നൊക്കെ പല ഘട്ടങ്ങൾ പലരും പറയാതെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ സുരേഷ് ഒരു കാര്യം പറയുകയുണ്ടായി. സ്വന്തം കുടുംബത്തിലൊരു മരണം സംഭവിച്ചു തനിക്ക് ഇത്രയധികം വേദന ഉണ്ടാക്കില്ല, അതാണ് തനിക്ക് വി.എസ്. എന്നുള്ളത്. കാരണം വി.എസിൻ്റെ ഓരോ ചലനങ്ങളിലും വി.എസിനൊപ്പം ഉണ്ടായിരുന്ന ഗൺമാന്മാർ, വി.എസിനെ സ്നേഹിച്ച ഒരുപാട് സഖാക്കന്മാർ, വി.എസിനൊപ്പം പ്രവർത്തിച്ച ഒരുപാട് നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റുകാർ, അവരൊക്കെ കഴിഞ്ഞ മാസം 23-ാം തീയതി മുതൽ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ കാത്തിരിക്കുകയായിരുന്നു ഒരു സന്തോഷ വാർത്ത. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം ഒക്കെ ശരിയായ നിലയിലേക്ക് എത്തി, ഒപ്പം തന്നെ ആരോഗ്യനില പൂർണ്ണമായി തിരിച്ചു വരുന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരുടെ മുൻപിലേക്കാണ് വി.എസിൻ്റെ അന്ത്യം സംഭവിച്ചുകൊണ്ടുള്ള വാർത്ത വരികയും ചെയ്തത്. എന്തായാലും ഇന്നലെ വൈകിട്ട് 3:20 കൂടി അന്ത്യം സംഭവിച്ചതിന് ശേഷം ഒരു പക്ഷേ നാട് കാണാൻ കാത്തിരുന്ന, കഴിഞ്ഞ 2019 ശേഷം അദ്ദേഹം ഒരു പൊതുവേദിയിലേക്ക് എത്തിയിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് ആ സമയത്ത് വട്ടിയൂർക്കാവിലെ V.K. പ്രശാന്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കാണ്, അന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന വി.എസ്. അവസാനമായി ഒരു പൊതുവേദിയിലെത്തിയത്, തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്, രാഷ്ട്രീയം പറഞ്ഞത്, പല കാര്യങ്ങളിലും പല പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത്. പിന്നീട് അദ്ദേഹം ഒരു പൊതുവേദിയിലേക്ക് എത്തിയില്ല. ക്യാബിനറ്റ് റാങ്കോടുകൂടി ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം ഏറ്റെടുത്തപ്പോഴും അത് പാർട്ടി തന്നെ പിന്നോട്ടടിച്ചപ്പോഴും അതൊക്കെ അങ്ങനെയൊന്നുമല്ല, പാർട്ടിയാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് പല ഘട്ടങ്ങളിലും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിച്ച് പല നിർണായക റിപ്പോർട്ടുകൾ, ഏകദേശം 10ഓളം റിപ്പോർട്ടുകൾ സർക്കാരിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കാലയളവിൽ എന്നുള്ളതാണ്. അതിനുശേഷം ആ ഒരു സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് പൂർണ്ണ വിശ്രമ സമയത്തേക്ക് അദ്ദേഹം പോകുമ്പോഴും ആ വിശ്രമം പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് അകലം പാലിക്കുന്നു. 98-ാം പിറന്നാൾ ആഘോഷത്തിനാണ് അവസാനമായി മാധ്യമപ്രവർത്തകർക്ക് മുൻപിലേക്ക് വി.എസ്. അച്യുതാനന്ദൻ എത്തിയത്. അന്ന് മാധ്യമപ്രവർത്തകർക്കും അവിടെ തടിച്ചുകൂടിയവർക്കൊക്കെ സ്വന്തം കൈകൊണ്ട് മധുരം പങ്കുവെച്ച് മധുരം നൽകി വി.എസ്. അച്യുതാനന്ദൻ എല്ലാവരെയും യാത്രയാക്കിയതാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുൻപിൽ നമ്മൾ കണ്ടിട്ടില്ല. 100-ാം പിറന്നാളും 101-ാം പിറന്നാളും ഒക്കെ ആഘോഷിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ചിത്രത്തിന് ആഗ്രഹിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മുന്നിലേക്ക് അദ്ദേഹം ഇപ്പോൾ വി.എസിൻ്റെ ഭൗതികദേഹം സെക്രട്ടറിയുടെ ദർബാർ ഹാളിനുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായി പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നു. ഈ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും മടങ്ങിയെത്താം, വളരെ വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട നൽകാൻ ഒരുങ്ങുകയാണ് തലസ്ഥാനം. ഇപ്പോൾ ഭൗതികദേഹം സെക്രട്ടറിയിലെ ദർബാർ ഹാളിനുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ അവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിവരം നൽകാൻ ദർബാർ ഹാളിൽ നിന്നും പ്രജിത്ത് മോഹൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, പാർട്ടിയിലെയും സർക്കാരിലെയും ഒക്കെ പ്രമുഖർ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ ദർബാർ ഹാളിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? യെസ്, ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി VSൻ്റെ ഭൗതികദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിനുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം മന്ത്രിമാർ, വിവിധ വകുപ്പിൽ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരടക്കമുള്ളവർ VSന് അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരം നൽകാൻ പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് ദർബാർ ഹാളിൽ നിന്നും. പ്രജിത്ത്, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ. പ്രജിത്ത്, കേൾക്കാമെങ്കിൽ. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി VSന്റെ ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വിവിധ വകുപ്പ് മന്ത്രിമാരും നിയമസഭാ സ്പീക്കർ N ഷംസീർ, MLAമാർ, വകുപ്പ് സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള നിരവധി പേരും ഇപ്പോൾ ഈ ഭൗതിക ദർശന ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. എനിക്ക് കേൾക്കാമെന്ന് കരുതുന്നു. പ്രജിത്ത്, തുടരാം. നിരവധിയായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിലത്തെ സാഹചര്യം തുടരുകയാണെങ്കിൽ മുൻ നിശ്ചയപ്രകാരം 2 മണിക്ക് ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന സാഹചര്യമനുസരിച്ച് ഒരു പക്ഷേ 4 മണിവരെയൊക്കെ ഈ പൊതുദർശനം ദർബാർ ഹാളിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മുൻ മുഖ്യമന്ത്രിമാരുടെയും മൃതദേഹങ്ങൾ അതവർ മരിക്കപ്പെടുന്ന സമയത്ത് ഈ രീതിയിൽ പൊതുദർശനത്തിന് ദർബാർ ഹാളിൽ വെക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ മഹാരഥന്മാരായ മുഖ്യമന്ത്രിക്കൊപ്പം VS ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ ദർബാർ ഹാളിൽ എത്തിച്ചേരുന്നത്. നിഖിൽ, എക്കോയുണ്ട്. ശാലിനി, ഇപ്പോൾ പൊതുദർശനം ദർബാർ ഹാളിനുള്ളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ, വിവിധ വകുപ്പ് മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ അടക്കമുള്ളവർ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അനന്തപുരി ഒന്നാകെ അങ്ങനെ VS എന്ന തലസ്ഥാനം ഒന്നാകെ അനന്തപുരി ഒന്നാകെ അങ്ങനെ VS എന്ന ആ ചുരുക്കെഴുത്തിന് VS എന്ന മുൻ മുഖ്യമന്ത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്ത്യപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് ദർബാർ ഹാളിൽ നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒരുപക്ഷേ 80 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം 8 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആലപ്പുഴയിൽ നിന്നും ഒരു സംഘടനാ പ്രവർത്തകനായി, ഒരു പൊതുപ്രവർത്തകനായി അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പല നിർണായക തീരുമാനങ്ങളും എടുത്ത
പല നിർണായക തീരുമാനങ്ങൾക്കും വേദിയായ അനന്തപുരി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറിയ പങ്കും അദ്ദേഹം ചിലവഴിച്ച തിരുവനന്തപുരം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ്, പാർട്ടി പ്രതിപക്ഷ നേതാവായി നിന്നപ്പോൾ ഒക്കെ സമരം നടത്തിയ സമര നേതാവായി മുൻപിൽ നിന്ന സെക്രട്ടേറിയറ്റ് പരിസരം, ആ സെക്രട്ടേറിയറ്റ് ഇന്ന് കണ്ണീർ കടലാണ്. ഒപ്പം തന്നെ VSനെ യാത്രയാക്കുകയാണ്. പുറത്ത് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴയുടെയൊക്കെ ഓളത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഈ ഒരു സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളും നിർണായകമായിട്ടുള്ള പല ഫയലുകളും ഒപ്പുവെച്ച ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് ദർബാർ ഹാൾ. നമുക്കറിയാം, ചരിത്രം കൊണ്ട് ഒരുപാട് പഴക്കമുള്ള, ചരിത്രം കൊണ്ട് ഒരുപാട് കഥകൾ പറയുന്ന ആ ഒരു ദർബാർ ഹാളിൽ 1869 AD 1869 നിർമ്മിച്ച ആ ഒരു കെട്ടിടത്തിലേക്ക് അങ്ങനെ VS എത്തിയിരിക്കുകയാണ്. നിശ്ചലമായി, ആരോടും പരിഭവമില്ലാതെ, ആരോടും സമരത്തെ പറ്റി പറയാതെ, അല്ലെങ്കിൽ ആരോടും വിമുഖത കാട്ടാതെ, അല്ലെങ്കിൽ ആ ഒരു ചിരിച്ച മുഖവുമായി അങ്ങനെ സുഖനിദ്രയിൽ VS നിശ്ചലമായി കിടക്കുകയാണ്. ആ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഈ രാവിലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്, ദർബാർ ഹാളിലേക്ക് എത്തിയത് അദ്ദേഹത്തിനെ കാണാനായി. ഇപ്പോൾ പോലീസുണ്ട്, ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി, കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ, ഒപ്പം തന്നെ വിവിധ വകുപ്പ് മന്ത്രിമാരടക്കമുള്ളവരിവിടെയുണ്ട്, വിവിധ കമ്മീഷൻ അംഗങ്ങളുണ്ട്, വിവിധ സർക്കാർ പ്രതിനിധികളുണ്ട്. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ ഒന്നും മിണ്ടാതെ നിശ്ചലമായി VS കിടക്കുകയാണ്. നമുക്കറിയാം, ആൾക്കൂട്ടത്തിൽ VS അങ്ങനെ മിണ്ടാതിരുന്നിട്ടില്ല. അവരോടൊക്കെ സംസാരിച്ച്, അവരോടൊക്കെ കൈ കൊടുത്ത്, അവരോടൊക്കെ കുശലം പറഞ്ഞുള്ളൊരു VSനെ മാത്രമാണ് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആരോടും മിണ്ടാതെ VS അങ്ങനെ അന്ത്യയാത്രയ്ക്കായി അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണി വരെയാണ് VS അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്, ഇവിടെ പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം NH വഴി നേരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. 27 സെൻറ്ററുകളാണ്, 27 കേന്ദ്രങ്ങളിലൂടെയാണ് ഇത് പ്രധാനമായും ഭൗതികദേഹം കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ കാണാനായി, അദ്ദേഹത്തിന് പുഷ്പചക്രങ്ങൾ അർപ്പിക്കാനായി, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനായി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളൊക്കെ VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായക ചലനങ്ങൾ നടത്തിയ, നിർണായക ഇടപെടലുകൾ നടത്തിയ മേഖല കൂടിയാണ്. കശുവണ്ടി സമരത്തിനൊക്കെ അദ്ദേഹം കൊല്ലം ജില്ലയിൽ പല ഘട്ടങ്ങളിലും അതിൻ്റെ സമരനായകനായി നിലകൊണ്ടൊരു കാലമുണ്ട്. ഒപ്പം തന്നെ ഈ മൂന്നാറിലടക്കം അദ്ദേഹം എടുത്ത ചില കുടിയൊഴിപ്പിക്കലടക്കമുള്ള നിർണായക നടപടികൾക്ക് കൊല്ലത്ത് നിന്നൊക്കെ പാർട്ടി നേതാക്കന്മാരും പാർട്ടി ജില്ലാ നേതൃത്വമൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന സമയമുണ്ട്. കൂടാതെ തന്നെ ശബരിമല വിഷയങ്ങളിലടക്കം നടത്തിയ ചില നിർണായക പരാമർശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. വിശ്വാസത്തെ ചേർത്ത് പിടിച്ച പല ഘട്ടങ്ങളിലും അദ്ദേഹം നിന്നിട്ടുണ്ട്. താനൊരു വിശ്വാസിയല്ല എന്ന് പറയുമ്പോഴും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് VS എടുത്ത ചില നിർണായക നിലപാടുകൾ, 3 മണിക്കൂർ എടുത്ത് ശബരിമലയിൽ മല ചവിട്ടിയ VSനെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷേ അന്ന് ആരോഗ്യം 82-83 വയസ്സിലാണ് അദ്ദേഹം മല ചവിട്ടുന്നതെങ്കിലും ട്രോളിയും ട്രാക്ടറും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതൊന്നും വേണ്ട, താൻ സഞ്ചരിച്ച് പോകാം, താൻ നടന്നു പോകാമെന്ന് പറഞ്ഞ് ശബരിമലയുടെ കല്ലും മുള്ളും ചവിട്ടി അദ്ദേഹം 3 മണിക്കൂർ എടുത്ത് ശബരിമലയിലെത്തിയ നമ്മൾ കഴിഞ്ഞ ദിവസം. അപ്പോൾ അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് നിർണായക തീരുമാനങ്ങൾ, ഒരുപാട് സമരങ്ങൾ, അതിനൊക്കെ നേതൃത്വം നൽകിയ ഒരു സമര നേതാവ്, സമരനായകൻ, വിപ്ലവകാരി, വിപ്ലവ നേതാവ്, രക്തതാരകം എന്നൊക്കെ പറയപ്പെടുന്ന, എന്നൊക്കെ പറയുന്ന അതേ സഖാവ്, അതേ ധീരസഖാവാണ് നിശ്ചലനായി അവസാനമായി അനന്തപുരിയിൽ നിന്ന് യാത്ര പറയുന്നത്, യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കുന്നുകുഴിയിലുള്ള അദ്ദേഹത്തിൻ്റെ മകൻ്റെ അരുൺകുമാറിൻ്റെ വേലിക്കകത്ത് വീട്ടിൽ നിന്നും രാവിലെ 8:45 പുറപ്പെട്ട ആ ഒരു വിലാപയാത്ര 9:18 കൂടിയാണ് തിരുവനന്തപുരത്ത് ഈ ഒരു സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിലെത്തിയത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്ന ജനാവലിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു രാവിലെ സമയമാണ്, മഴയുണ്ട്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ 2 വരികളിലായി അദ്ദേഹത്തിനെ കാണാനായി ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണക്കാർക്ക് ഇവിടേക്ക് എത്തണമെങ്കിൽ പാസ് വേണം, സാധാരണക്കാർക്ക് ഇവിടേക്ക് കയറണമെങ്കിൽ മുൻകൂട്ടിയുള്ള അറിയിപ്പ് വേണം. പക്ഷേ ഇന്ന് VSനെ കേൾക്കാൻ, ഇന്ന് മുൻ മുഖ്യമന്ത്രിയെ കാണാൻ, മുൻ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പാസ് വേണ്ട, ഒന്നും വേണ്ട. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രം പാലിച്ച് ആളുകൾക്ക് ഇവിടെ എത്തി VSനെ കണ്ട് മടങ്ങാം. ഒരുപക്ഷേ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതുപോലെ 4 വർഷത്തിലധികമായി VSനെ മാധ്യമങ്ങൾ കണ്ടിട്ട്, പൊതുജനം കണ്ടിട്ട്, അദ്ദേഹം എങ്ങനെയിരിക്കുന്നു, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാത്ത VS അച്യുതാനന്ദനെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 98
പിറന്നാൾ ആഘോഷത്തിന് ശേഷം പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലേക്കോ അല്ലെങ്കിൽ പൊതുപരിപാടികളുടെ വേദികളിലേക്കോ ഒന്നും വി എസ് അച്യുതാനന്ദൻ എത്തിയിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതീവ കരുതൽ കുടുംബം അദ്ദേഹത്തിന് നൽകിയിരുന്നു. കൊറോണ കാലത്തൊക്കെ തീവ്ര പരിചരണം അദ്ദേഹത്തിന് നൽകി വരികയായിരുന്നു. ഒരു രീതിയിലും അദ്ദേഹത്തിന് അസുഖം ബാധിക്കരുത്, വി എസിനെ സ്നേഹിക്കുന്നവർക്ക് മുൻപിലേക്ക് അദ്ദേഹത്തിനെ അതേപോലെ തന്നെ ഒരുപാട് നാൾ കൊണ്ടു നടക്കണമെന്ന് ആ കുടുംബം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവരുടെയൊക്കെ മുൻപിൽ ഈ ഒരു 29 ദിവസം ആശുപത്രിവാസത്തിലും അവർ അത്രയധികം ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ പങ്കുവച്ചിരുന്നു. വി എസ് മടങ്ങി വരും, പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് വി എസ് മടങ്ങി വരുമെന്നുള്ള ശുഭാപ്തി പ്രതീക്ഷകൾ പങ്കുവച്ച മകൻ അരുൺകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ രാവിലെയോടുകൂടി ആരോഗ്യാവസ്ഥ വീണ്ടും വഷളാകുകയായിരുന്നു. രക്തസമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചു. രക്തസമ്മർദ്ദം ഇന്നലെ കുറഞ്ഞു. അതിനുശേഷം പിന്നീടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാവുകയും വൈകിട്ട് 3:20 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ വി എസ് അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിക്കാനായി സെക്രട്ടേറിയറ്റിലേക്ക് ഈ ഒരു ദർബാർ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയാണെങ്കിൽ കൃത്യം 2 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെ നിന്നും പുറത്തേക്കിറക്കും. വിലാപയാത്രയായി തിരുവനന്തപുരം പാളയം വഴി PMG വഴി കേശവദാസപുരം വഴി NH വഴി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. രാത്രി 8 മണിയോടുകൂടി, നിലവിൽ നിശ്ചയിച്ച സമയപ്രകാരമാണെങ്കിൽ രാത്രി 8 മണിയോടുകൂടി ആലപ്പുഴയിൽ എത്തുക, 6 മണിക്കൂർ എടുത്തുകൊണ്ട് ആലപ്പുഴയിലേക്ക് എത്തുക എന്നുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അതെങ്ങനെയൊക്കെ കൃത്യമായി പോകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. കാരണം അത്രയധികം ആളുകൾ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം വി എസിനെ കാണാനായി, വി എസിനെ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തുമെന്നുള്ളതിൽ സംശയമില്ല. ഒരു പക്ഷേ സമയക്രമങ്ങളിൽ ചില മാറ്റമുണ്ടാകും. ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വേലിക്കകത്തെ വീട്ടിൽ, പുന്നപ്രയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും ഭൗതികദേഹം ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് നാളെ രാവിലെയോടുകൂടി 9 മണിയോടുകൂടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി DC ഓഫീസിലേക്ക് ഭൗതികദേഹം മാറ്റും. അവിടെയാണ് പിന്നീട് പൊതുദർശനം നടക്കുക. ശേഷം അവിടെ പോലീസ് ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. ശേഷം 3 മണിയോടുകൂടി വലിയ ചുടുകാട്ടിൽ ഒരുപാട് ധീര രക്തസാക്ഷികൾ ഉറങ്ങുന്ന, ഒരുപാട് രക്തസാക്ഷികളുടെ ഓർമ്മകളുള്ള ആ ഒരു വലിയ ചുടുകാടുന്ന ആ ഒരു മണ്ണിലേക്ക്, ആ വിപ്ലവ മണ്ണിലേക്ക് വി എസ് അച്യുതാനന്ദൻ അവസാനമായി എത്തും. അവസാനമായി അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര, അന്ത്യവിശ്രമം അവിടെ ആയിരിക്കും. വലിയ ചുടുകാട്ടിൽ ഒരുപാട് രക്തസാക്ഷികൾ, ഒരുപാട് തുടരുക. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി വി എസിൻ്റെ ഭൗതികദേഹം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിനുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വകുപ്പ് സെക്രട്ടറിമാർ, വിവിധ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.